മാസപ്പടി കേസിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി അടുത്തയാഴ്ച വിളിപ്പിക്കും. ഇന്നലെ ചോദ്യം ചെയ്തത് 10 മണിക്കൂർ. കരിമണൽ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF BJP സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനെതിരെയും കേസ്. കാപ്പ കേസിൽ അറസ്റ്റിലായ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നും സമരം തുടരാൻ CPM. അയോധ്യ രാമക്ഷേത്രത്തിലെ ക്രമക്കേടിൽ 8 പേർ അറസ്റ്റിൽ. VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയുടെ അനുയായി ടിന്നു യാദവും പിടിയിൽ. ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. വെനസ്വേലയിലെ ഭൂകമ്പത്തിൽ മരണം 188ആയി. 1000-ലേറെ പേർക്ക് പരിക്ക്, 10,000-ലേറെ പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുന്നു. സഹായ വാഗ്ദാനങ്ങളുമായി ലോകരാഷ്ട്രങ്ങൾ. സംസ്ഥാനത്ത് ഹൗസ് ബോട്ട് ടൂറിസം സ്തംഭനാവസ്ഥയിൽ. മൺസൂൺ ടൂറിസത്തിനെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ ഇടിവ്. ഹൗസ് ബോട്ടുകൾക്ക് പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമാക്കാനുള്ള തീരുമാനം കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ബോട്ടുടമകൾ. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച ഇക്വഡോർ നോക്കൌട്ടിൽ. ചരിത്രം തിരുത്തി ഐവറി കോസ്റ്റും നോക്കൌട്ടിൽ കടന്നു. ജപ്പാനെ സമനിലയിൽ തളച്ച സ്വീഡൻ. ടുണീഷ്യയെ തോൽപ്പിച്ച നെതർലൻഡ്സും നോക്കൌട്ടിൽ.